ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തത് നമ്മള് ലോഹങ്ങൾ അല്ലെ, ലോഹസങ്കരങ്ങൾ അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ കടന്നു. ആസിഡുകളും ആൽക്കലികളും pH മൂല്യമാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. നോക്കാം നമുക്ക്. ആദ്യത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിച്ചിട്ടുള്ള കുറെ പ്രാവശ്യം ചോദിച്ച ഒരു ആവർത്തിത ചോദ്യമാണ്. മോര്, വിനാഗിരി, ആപ്പിൾ, നാരങ്ങ ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഗുണത്തിന് നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ദ ഫോളോയിങ് ചെയ്താൽ മതി. വേഗം ചെയ്തോളൂ. മോര് ഏത് ആസിഡാണ്? വിനാഗിരി ഏതാണ്? ആപ്പിൾ ഏതാണ്? അതുപോലെ നാരങ്ങ ഏതാണ്? ഏതാണ് നാരങ്ങ, ആപ്പിള്, മോര്, വിനാഗിരി ഏതാണ്? നിങ്ങൾ ഈ ലൈവിലുള്ള എല്ലാവരും ഇതേപോലെ നമ്മളോട് വിളിച്ചു പറയോ കമന്റ് ചെയ്യോ ഒക്കെ ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് ഇതുപോലെ ജോലി കിട്ടി എന്നൊക്കെ പറയണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും സന്തോഷം. അതുപോലെ നമ്മളുടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തരുന്ന ഈ ക്ലാസ്സുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമുള്ളത് നിങ്ങളെ പോലുള്ളവരൊക്കെ ജോലിയിൽ കയറിയിട്ട് ഇതുപോലെ കമന്റ് ചെയ്യുമ്പോഴാണ്, മിസ്സേ ജോലി കിട്ടി എന്നൊക്കെ പറയുമ്പോഴാണ് ഒരുപാട് സന്തോഷം. സിനിമാവില്ല, പേര് അർജുൻ അനു അല്ലേ? ഓക്കെ അർജുൻ, ഒരുപാട് സന്തോഷം കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത്? ഏതാണ് നമ്മുടെ ശരിയായ ഉത്തരം? നമ്മുടെ ശരി ഉത്തരം ഏതാണ്? ഏതാണ് ശരി ഉത്തരം? ആരോ കമന്റ് ചെയ്തു. SJ മ്യൂസിക് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം അല്ലെ. മോര് ലാക്ടിക് ആസിഡ് ആണ്, വിനാഗിരി അസറ്റിക് ആസിഡ് ആണ്, ആപ്പിൾ മാലിക് ആസിഡ് ആണ്, നാരങ്ങ ഏത് ആസിഡ് ആണ്? നാരങ്ങ സിട്രിക് ആസിഡ് ആണ് അല്ലെ. നാരങ്ങ സിട്രിക് ആസിഡ് ആണ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? പുളിയില് ടാർട്ടാറിക് ആസിഡ് ആണ്. അടുത്ത നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ആസിഡ് ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ് ആസിഡ്? നോക്കിക്കോളൂ, സൂചന പറഞ്ഞുതരാമേ. നിറമില്ല, ഏറ്റവും താഴ്ന്ന ബാഷ്പീകരണമാണ്, ജലത്തിൽ ലയിക്കും, തീവ്ര അമ്ല സ്വഭാവമുണ്ട് എനിക്ക്. ഞാൻ ആരാണ് അല്ലേ? ആരാണ്? കണ്ടുപിടിക്കാനുള്ള സൂചനകൾ തന്നേ. നിറമില്ല, താഴ്ന്ന ബാഷ്പീകരണവുമാണ്, ജലത്തിൽ ലയിക്കും, തീവ്ര അമ്ല സ്വഭാവം ഉണ്ട്. ഏത് ആസിഡിനെ പറ്റിയുള്ള പ്രസ്താവനയാണ് ഇത്? ഓപ്ഷൻ ഏത് ഓപ്ഷൻ ആണ് ശരി? ആരും ഉത്തരം പറഞ്ഞില്ലല്ലോ. ഏതാണ് നമ്മുടെ ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ്, സൾഫ്യൂരിക് ആസിഡ് അല്ലെ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ് ഇത് അല്ലെ. നിറമില്ല, ഏറ്റവും താഴ്ന്ന ബാഷ്പീകരണമാണ്, തീവ്ര അമ്ല സ്വഭാവം കാണിക്കുന്നതാണ്. ഏതാണത്? അത് സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ്. അടുത്തത് നോക്കൂ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. നോക്കൂ, ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ശരിയല്ലേ? ജലീയ ലായനിയില് ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസിഡുകൾ എന്ന് പറയുന്നത്. ആസിഡുകളിൽ പേപ്പറിന്റെ ലിറ്റ്മസ് പേപ്പറിന്റെ നിറമാണ്. പേപ്പർ വെറും പേപ്പർ അല്ല, ലിറ്റ്മസ് പേപ്പറിന്റെ നിറം. ആസിഡുകളിൽ ലിറ്റ്മസ് പേപ്പറുകളുടെ നിറം നീലയായിരിക്കും. ശരിയാണോ? ആസിഡ് ഗുണമുണ്ടെങ്കിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്തായിരിക്കും? ചുവപ്പ് നിറമായിരിക്കും, റെഡ് ആയിരിക്കും. അടുത്തത്, ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാകുന്നത്. കാരണം എന്താണ്? ജലീയ ഹൈഡ്രജന്റെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. അതുകൊണ്ട് പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഏത് വാതകം ഉണ്ടാകും? അത് ഹൈഡ്രജൻ ആണ് അല്ലേ. അടുത്തത് നോക്കൂ, ഉറുമ്പ് കടിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് എന്താ? ഏത് ആസിഡ് ആണ്? അത് ടാർട്ടാറിക് ആസിഡ് ആണ്. തെറ്റാണ്. ഉറുമ്പ് കടിക്കുമ്പോൾ ടാർട്ടാറിക് ആസിഡ് അല്ല, അത് ഫോർമിക് ആസിഡ് ആണ്. എന്ത് ആസിഡ് ആണ്? ഫോർമിക് ആസിഡ് ആണ് ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ടാർട്ടാറിക് ആസിഡ് എന്താണ്? പുളിയിലുണ്ടാകുന്ന ആ ഒരു പുളിപ്പിന്റെ കാരണമാണ് ടാർട്ടാറിക് ആസിഡ്. ഏതാണ് നമ്മുടെ ശരിയായ പ്രസ്താവന? 1ഉം 3ഉമാണ് നമ്മുടെ ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം,
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സൾഫ്യൂരിക് ആസിഡിന്റെ ഉപയോഗങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ എന്തിനൊക്കെയാ ഉപയോഗിക്കുന്നത്? ഫൈബർ നിർമ്മിക്കാൻ, രാസവളം നിർമ്മിക്കാൻ, പെയിന്റ്, സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം. ഏതാണ് ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇവയെല്ലാം ഫൈബർ നിർമ്മാണത്തിനും രാസവളങ്ങളും പെയിന്റ് നിർമ്മാണത്തിന്, സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിന് എല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആസിഡ് ആണ് ഏത്? സൾഫ്യൂരിക് ആസിഡ്. അല്ലെ? രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് ആരറിയപ്പെടുന്നത്? സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. താഴെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ആൽക്കലികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക. ആൽക്കലികൾ നോക്കിക്കോളൂ. കാരരുചിയും വഴുവഴുപ്പുള്ള പദാർത്ഥങ്ങളെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽക്കലികൾ എന്ന് പറയുന്നത്. ശരിയോ തെറ്റോ? ശരിയാണ്. നീല ലിറ്റ്മസിനെ ചുവന്ന നിറത്തിലുള്ളതാക്കി മാറ്റുന്നു ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പ്രധാനപ്പെട്ട ആൽക്കലികൾ ആണ്. നീല ലിറ്റ്മസിനെ ചുവന്ന നിറത്തിലല്ല, റെഡ് അതായത് ചുവന്ന ലിറ്റ്മസിനെ നീല നിറത്തിലുള്ളതാക്കി മാറ്റുന്നു. തിരിച്ചു പറയണേ, ചുവന്ന ലിറ്റ്മസുകളെ നീലയാക്കി മാറ്റുന്ന അല്ലെ പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. സോപ്പ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ, ഡിറ്റർജന്റ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ശരിയാണ്. അടുത്ത പ്രസ്താവന. മലിനജലം ശുദ്ധമാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നു അല്ലെ? ശരി. ഏതാണ് തെറ്റായ പ്രസ്താവന? ഏത് മാത്രമാണ് തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. പദാർത്ഥങ്ങളുടെ ഗുണങ്ങൾ കണ്ടുപിടിക്കുന്നതിനായുള്ള ശാസ്ത്രീയ മാർഗം ഏതാണ്? ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. പദാർത്ഥങ്ങളുടെ ഗുണം അല്ലെ നമ്മൾ കണ്ടുപിടിക്കുന്നതിനുള്ള സൂചകം അല്ലെങ്കിൽ മാർഗം ഏതാണ്? സൂചകങ്ങളാണോ, ഇൻഡിക്കേറ്റർ ആണോ, pH മൂല്യമാണോ? ഏതാണ് ശരി ഉത്തരം? എല്ലാവർക്കും അറിയാം ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. പദാർത്ഥങ്ങളുടെ ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി ഗുണങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ശാസ്ത്രീയ മാർഗമാണ് pH മൂല്യം അല്ലെ? pH മൂല്യം. ഈ pH സ്കെയിൽ കണ്ടുപിടിച്ചത് സോറൻസൺ ആണ്. ലായനിയിലെ ഹൈഡ്രജൻ പോസിറ്റീവ് അയോണുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? pH മൂല്യം കണ്ടുപിടിക്കുന്നത്. pH മൂല്യം എവിടെ വരെയാണ്? 0 മുതൽ 14 വരെയാണ് pH മൂല്യം അല്ലെ? 0 മുതൽ 14 വരെ. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് pH മൂല്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കുക. ആദ്യത്തെ പ്രസ്താവന നോക്കൂ. pH സ്കെയിലിലെ മൂല്യങ്ങൾ 0 മുതൽ 14 വരെയാണ്. ശരിയല്ലേ? ശരിയാണ്. ജലത്തിന്റെ pH മൂല്യം 7 ആണ്. ശരി. ജലീയ ലായനികളുടെ pH നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് pH മീറ്റർ. ശരിയായ പ്രസ്താവന. വായിലെ pH മൂല്യം 5.5 നിന്നും കുറയുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ദന്തക്ഷയം അല്ലെ? പല്ലുകൾക്ക് മോണകൾക്കൊക്കെ പ്രശ്നം സംഭവിക്കുന്ന എപ്പോഴാണ്? വായിൽ ഉണ്ടാകുന്ന pH മൂല്യം 5.5 നിന്നും കുറഞ്ഞ് വരുമ്പോഴാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. pHുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. ഇതും pHുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ജലം, രക്തം, പാല്, ടൂത്ത് പേസ്റ്റ് ഈ പദാർത്ഥങ്ങളുടെയൊക്കെ pH മൂല്യമാണ് തന്നിരിക്കുന്നത്. വേഗം ഇതിനെ മാച്ച് ദ ഫോളോയിങ് ചെയ്തോളൂ. ഏതാണ്? ജലത്തിന്റെ pH മൂല്യം 7. അത് കറക്റ്റ് തന്നിട്ടുണ്ട് അല്ലെ? ജലം 7 തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് വേഗം കണ്ടുപിടിക്കാലോ ആൻസർ. ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ് അല്ലെ? അതായത് ജലം 7, ജലത്തിന്റെ pH മൂല്യം 7 ആണ്. രക്തത്തിന്റെ pH മൂല്യം 7.4 ആണ്. പാലിന്റെ pH മൂല്യം 6.4. ടൂത്ത് പേസ്റ്റ് pH മൂല്യം 8.7. pH മൂല്യം 8.7 ഇത്തിരി കൂടുതലാണ് ടൂത്ത് പേസ്റ്റ് അല്ലെ? ഓക്കെ ആണോ? ഇനി വിനാഗിരിയുടേതാണെങ്കിൽ 4.2 ആണ്. അതുപോലെ ചുണ്ണാമ്പിന്റെ ആണെങ്കിൽ pH മൂല്യം 10.5 ആണ്. അടുത്ത ചോദ്യം. അടുത്തത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം.
മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രമാണ് ഏത്? ഏതാണ് ശബ്ദ ചലച്ചിത്രം മലയാളത്തിലെ ആദ്യത്തെ? ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബാലനാണോ, വിഗതകുമാരനാണോ, മാർത്താണ്ഡവർമ്മയാണോ, എലിപ്പത്തായമാണോ? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രമാണ് ഏത്? ബാലൻ, അല്ലെ? വിഗതകുമാരൻ എന്താണ്? വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് വിഗതകുമാരൻ, അല്ലെ? ആദ്യത്തെ സിനിമയാണ് വിഗതകുമാരൻ. മാർത്താണ്ഡവർമ്മ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള ആദ്യത്തെ ചിത്രമാണ് ഏത്? മാർത്താണ്ഡവർമ്മ. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിൽ പോവാം അല്ലെ നമുക്ക്. 1938 ഈ ഒരു ചലച്ചിത്രം പുറത്തിറങ്ങിയത്. സംവിധാനം ചെയ്ത എസ് നൊട്ടാനി എന്ന് പറഞ്ഞ ഒരാളാണ് സംവിധാനം ചെയ്തത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സംഭാവനകളെ ആധാരമാക്കിയുള്ള മലയാള ചലച്ചിത്രവുമാണ് കൊടുത്തിരിക്കുന്നത്. അവയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക, അല്ലെ? അതായത് നമ്മുടെ സംഭവങ്ങൾ നടന്ന ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട മലയാള ചലച്ചിത്രങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെ? ശരിയായ ജോഡി കണ്ടെത്തുക. സംഭവങ്ങൾ സംഭാവനയായി പോയി, അല്ലെ? സോറി, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട മലയാള ചിത്രങ്ങളുമാണ് തന്നിരിക്കുന്നത്. ശരിയായ ജോഡി കണ്ടെത്തുക. സിമ്പിൾ അല്ലേ? വൈറസ്, കൊല്ലവർഷം 1793, ഒരുത്തരും വരലെ, അതുപോലെ കയ്യൂർ സമരം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചലച്ചിത്രം ഏതാണെന്ന് നമ്മൾ കണ്ടെത്തുക. ഏതാണ് ഇതിൽ ശരിയായ മാച്ച് ദ ഫോളോയിങ് ഏതാ? ആരൊക്കെയോ ഉത്തരം. സജിത്ത് പറഞ്ഞു, ശ്രീജ പറഞ്ഞു, ശരണ്യ പറഞ്ഞു, സുനിൽ പറഞ്ഞു, അരുൺ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഉത്തരം വളരെ ശരിയാണ്. ഓപ്ഷൻ സി ആണ്, അല്ലെ? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ആണ്. വൈറസിനെ ആസ്പദമാക്കിയുള്ള ചിത്രമാണ് നിപ. ശരിയാണ്, അല്ലെ? കൊല്ലവർഷം 1793 പ്രളയത്തെ ആസ്പദമാക്കിയ സിനിമയാണ്, അല്ലെ? അടുത്തത് ഒരുത്തരും വലലെ, ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് ഒരുത്തരും വളരെ. അതുപോലെ തന്നെ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടതാണ് മീനമാസത്തിലെ സൂര്യൻ. മീനമാസത്തിലേന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? മീനമാസത്തിലെ സൂര്യൻ എന്ന് കൂടെ ഉണ്ട് കേട്ടോ. മീനമാസത്തിലെ സൂര്യൻ, അല്ലെ? ഒരുത്തലും വരലെ, അതൊരു തമിഴ് ചിത്രമാണ്. കയ്യൂർ സമരം, മീനമാസത്തിലെ സൂര്യൻ. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ്. സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട സമകാലിക സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ കേട്ടോ. ഒഥല്ലോ, കളിയാട്ടം ഒഥല്ലോയുമായി ബന്ധപ്പെട്ട സിനിമയാണ് കളിയാട്ടം. അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സിനിമ കാലാപാനി, നമുക്കറിയാലോ. PP സത്യന്റെ ജീവിതകഥ, അല്ലെ? ജയസൂര്യയുടെ ചിത്രം ക്യാപ്റ്റൻ, അതും അറിയാം. മെട്രോമാൻ ഈ ശ്രീധരനെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് രാമസേതു. മേ ബി ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ശരി ഉത്തരം എഴുതാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഈ ചിത്രം ഏതാണെന്ന് കണ്ടുപിടിക്കുക. നോക്കിയേ, രാഷ്ട്രപതിയുടെ സ്വർണ്ണ കമലം അവാർഡ്. സ്വർണ്ണ കമലമാണേ നമ്മുടെ ചോദ്യത്തില്. കണ്ടെത്തുക. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കണേ. സ്വർണ്ണ കമലം അവാർഡ് നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ചിത്രമാണ്. 1965 ശ്രീജ, ഞാൻ ചോദ്യം വായിച്ച് കഴിയാത്തതിന് മുന്നേ ആൻസർ പറഞ്ഞു കേട്ടോ. ശ്രീജ പറഞ്ഞു, ശരണ്യ പറഞ്ഞു, അരുൺ പറഞ്ഞു, സുനിൽ പറഞ്ഞു, ഷജിത്ത് പറഞ്ഞു. 1965 റിലീസ് ചെയ്ത ചലച്ചിത്രം സംവിധാനം ചെയ്തത് രാമു കാര്യാട്ട്. ആലപ്പുഴയിലെ പുറക്കാടാണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്ന കടപ്പുറം, അല്ലെ? ആ കടപ്പുറം പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഉത്തരം ഓടി വന്നു. ഏതാണ് ആ സിനിമ? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? ഓപ്ഷൻ സി, ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയാണ്, അല്ലെ? ചെമ്മീൻ എന്നാണ് സിനിമ. 1956 നോവൽ പുറത്തിറങ്ങിയത്, അല്ലെ? ഇതിന്റെ തിരക്കഥ ചെയ്തത് SL പുരം സദാനന്ദനാണ്. നോവൽ തകഴിയുടേതാണ്. അത് തകഴിയുടെ രാഷ്ട്രപതിയുടെ ആദ്യത്തെ സ്വർണ്ണ കമലം അവാർഡ് ലഭിച്ച സിനിമ കൂടിയാണ് ഇത്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ചിത്രം ജീവിത നൗകയാണ്. ശരിയാണോ? മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ചിത്രമാണ് ജീവിത നൗക.
ശരിയാണോ? ശരിയായ പ്രസ്താവന. മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രമാണ് കണ്ടം വെച്ച കോട്ട്. ശരിയാണ്. 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള ചിത്രമാണ് പുലിമുരുകൻ. ശരിയാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമാണ് 3D ആണ് ട്ടോ. 30 അല്ലേ? 3D ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. എന്താണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറെ ക്വസ്റ്റ്യൻസ് അല്ലെ, ഏതൊക്കെ ഭാഗത്ത് നമ്മൾ കവർ ചെയ്തു? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറെ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അതായത് സമുദ്രങ്ങള്, അതുപോലെ തന്നെ തിരമാലകളെ കുറിച്ചും വേലിയേറ്റത്തെ കുറിച്ചും ഒക്കെ പഠിച്ചു. ആൽക്കലികൾ പഠിച്ചു. അതുപോലെ pH മൂല്യം, അലോഹങ്ങൾ പഠിച്ചു. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ കുറിച്ച് പഠിച്ചു. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ക്ലാസ് അല്ലെ ഏറ്റവും എനിക്ക് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും അറിവിന്റെ പേടകത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. നമ്മുടെ അരുൺ CPO അല്ലെ അഡ്വൈസ് കിട്ടി എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻ. ഒന്നുകൂടെ അരുണിന് കൺഗ്രാജുലേഷൻ പറയാണ്. അപ്പോ ഇന്ന് ലൈവിലുള്ള നിങ്ങൾക്ക് എല്ലാവരും ഇതുപോലെ, നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇതേപോലെ പറയാൻ, ഇതുപോലൊരു ജോലിയിലേക്ക്, നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ. അതെല്ലാവരും നിങ്ങൾ ഞങ്ങളെ സന്തോഷത്തോടു കൂടി അറിയിക്കുക. നമ്മൾ തരുന്ന ഈ ക്ലാസ്സിലൊക്കെ ഏറ്റവും അർത്ഥം ഉണ്ടാകുന്നത് നിങ്ങളൊക്കെ ഇതുപോലെ മെസ്സേജ് ചെയ്യുകയും വിളിച്ചു പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അരുൺ, ഒരുപാട് സന്തോഷമുണ്ട്. അരുൺ അല്ല, അർജുൻ ആണല്ലേ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കൺഗ്രാജുലേഷൻ, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നിങ്ങളെല്ലാവരും ഇപ്പൊ അടുത്ത ആൾക്കാര് ഈ ലിസ്റ്റിലുള്ള നിങ്ങളെല്ലാവരും ആയിരിക്കണം കേട്ടോ. ഇന്ന് ലൈവിലുള്ള നിങ്ങളെല്ലാവരും ആയിരിക്കും, എന്തായാലും ആയിരിക്കും. എനിക്ക് ഉറപ്പുണ്ട് അടുത്ത എക്സാമിൽ നിങ്ങൾ എല്ലാവരും ക്വാളിഫൈ ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ജോലി എത്തിപ്പിടിക്കാനായിട്ട് എത്രയും വേഗം സാധിക്കട്ടെ എന്ന് ദൈവത്തോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ ലൈവും ക്ലാസ്സുകളും നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ചാനൽ അറിവിന്റെ പേടകം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസും ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി തന്നെ ലഭിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.